ദേവാലയങ്ങളിൽ സ്ത്രീകൾക്ക് ഇഷ്ടാനുസരണം വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? വസ്ത്രധാരണത്തിലെ അടക്കമില്ലായ്മ പ്രാർത്ഥനാന്തരീക്ഷത്തെയും ദേവാലയ പരിശുദ്ധിയെയും കളങ്കപ്പെടുത്തുമോ? പള്ളിക്കുള്ളിൽ വസ്ത്രധാരണം മൂലം ആർക്കെങ്കിലും പ്രലോഭനമുണ്ടായാൽ അതിനുത്തരവാദികൾ പ്രലോഭനത്തിന് ഇരകളായവർ തന്നെയല്ലേ? അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾക്ക് വഴിതെളിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇവ. തീർച്ചയായും വസ്ത്രധാരണത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം കർത്താവിന്റെ കൽപ്പനകൾക്കും സഭാ പ്രബോധനങ്ങൾക്കും വിരുദ്ധമാകാത്തിടത്തോളം മാത്രം. 1 തിമോത്തിയോസ് 2:9-10 പരിശുദ്ധ ബൈബിൾ പറയുന്നു, സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. ദൈവഭയമുള്ള സ്ത്രീകൾക്ക് യോജിച്ച വിധം സൽപ്രവർത്തികൾ കൊണ്ട് അവർ സമലങ്കൃതരായിരിക്കട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2522, 2523 ഖണ്ഡികകളിൽ ഇതേപ്പറ്റി പറയുന്നു. ഭ്രാന്തമായ ജിജ്ഞാസയുണർത്തുന്ന തരത്തിൽ മനുഷ്യ ശരീരത്തെ പ്രദർശിപ്പിക്കുന്നതിനെ അടക്കം എതിർക്കുന്നു. നിഗൂഢ അവയവങ്ങളുടെ പ്രദർശനം വരെ നടത്തുന്നതിനുള്ള ചില മാധ്യമങ്ങളുടെ താൽപര്യങ്ങളെ അത് എതിർക്കുന്നു. പരിഷ്കാരത്തിന്റെ ആകർഷണങ്ങളെയും പ്രചാരത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ സമ്മർദ്ദങ്ങളെയും ചെറുക്കുവാൻ കഴിവ് നൽകുന്ന ജീവിത ശൈലിക്ക് അടക്കം പ്രചോദനമേകുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ സ്വാതന്ത്ര്യത്തിന് നൽകുന്ന നിർവചനം ഇവിടെ പ്രസക്തമാണ്. ഒരുവിന് തോന്നുന്നത് ചെയ്യുന്നതല്ല സ്വാതന്ത്ര്യം, മറിച്ച് ചെയ്യേണ്ടത് ചെയ്യാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം എന്നായിരുന്നു പാപ്പയുടെ വാക്കുകൾ. വസ്ത്രധാരണം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ആഗ്രഹത്താൽ വിഡ്ഢികളാക്കപ്പെടുന്ന സ്ത്രീകളുടെ അന്ധതയെ എത്രയധികം അപലപിച്ചാലും മതിയാകില്ല എന്നായിരുന്നു ബെനഡിക്ട് 15 പാപ്പ ഇതേപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. പൊതുവേദികളിൽ സ്വയം പ്രദർശിപ്പിക്കുന്നതിന് പുറമെ പരിശുദ്ധിയുടെ ഉറവിടമായവനെ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ വിരുന്നിൽ പങ്കെടുക്കാൻ പള്ളിയിൽ എത്തുമ്പോൾ പോലും തങ്ങളുടെ ലജ്ജാകരമായ വശ്യത പ്രകടിപ്പിക്കുന്നതിൽ ഇക്കൂട്ടർക്ക് ഭയമില്ലാതായിരിക്കുന്നു എന്നും പാപ്പ കൂട്ടിച്ചേർക്കുന്നു. സ്ത്രീകളിൽ അടക്കം നഷ്ടപ്പെടുന്ന നാളുകളെപ്പറ്റി അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് ഇക്വഡോറിലെ ക്വിറ്റോയിൽ മദർ മരിയാനയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് വ്യസനപൂർവ്വം നൽകിയ സന്ദേശവും ഇന്ന് കാലിക പ്രസക്തമാകുന്നു. അമ്മ പറഞ്ഞു, കുട്ടികളിൽ നിഷ്കളങ്കതയോ സ്ത്രീകളിൽ അടക്കമോ കാണപ്പെടില്ല. സഭയുടെ ഈ നിർണായക നിമിഷത്തിൽ സംസാരിക്കേണ്ടവർ നിശബ്ദരാകും. ദേവാലയം ദൈവത്തിന്റെ ആലയമാണ്. പതിനായിരങ്ങളിൽ അതിസുന്ദരനായ നമ്മുടെ കർത്താവ് പരിശുദ്ധ കുർബാനയായി സ്വയം മുറിച്ചു വിളമ്പുന്ന പരിശുദ്ധ ഇടമായ ദേവാലയത്തിൽ ആ പരിശുദ്ധിക്ക് ചേരാത്ത വിധത്തിൽ കർത്താവിൽ ആത്മാവിൽ ലയിക്കേണ്ട പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ തനിക്ക് തന്നെയും മറ്റുള്ളവർക്കും തടസ്സം സൃഷ്ടിക്കുന്ന വസ്ത്രധാരണം ഒരിക്കലും ക്രിസ്തീയമല്ല. പ്രലോഭന ഹേതുവാകുന്നവർക്ക് ദുരിതമെന്ന തിരുവചനം ഇക്കാര്യത്തിൽ ഒരു മുന്നറിയിപ്പാണ്.